നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം SRHന്റെ അസാധ്യ ഹിറ്റിംഗ് കണ്ട് വണ്ടറടിച്ചിരിക്കുന്ന ക്രിക്കറ്റ് പ്രേമികളോടൊരു കാര്യം പറയട്ടെ. അതങ്ങ് തീർന്നിരിക്കുന്നു. ഒഫീഷ്യലായിട്ട് മുംബൈ ഇന്ത്യൻസ് IPL നിന്ന് നോക്ക്ഡ് ഔട്ട് ആയിരിക്കുന്നു. ഇതുവരെ നമ്മൾ പറയാറുണ്ടായിരുന്നല്ലോ, മാത്തമാറ്റിക്കലി ചെറിയ സാധ്യതയുണ്ട്, സ്ലൈറ്റസ്റ്റ് ഹോപ്പുണ്ട്, റിയലിസ്റ്റിക്കലി അങ്ങനെ അല്ലെങ്കിലും മാത്തമാറ്റിക്കലി സാധ്യതയുണ്ടെന്നൊക്കെ പറയാറില്ലേ. ആ പറച്ചിൽ അവസാനിച്ചിരിക്കുന്നു. മാത്തമാറ്റിക്കലിയും ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് പുറത്തായി. ഈ IPL നിന്ന് നോക്ക്ഡ് ഔട്ട് ആകുന്ന ആദ്യത്തെ ടീമായിട്ട് മുംബൈ ഇന്ത്യൻസ് മാറിയിരിക്കുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസ് ഇതാ പുറത്തായിരിക്കുന്നു. ഇനി 2 കളി ബാക്കിയുണ്ട്, അത് വെറുതെ അങ്ങ് കളിച്ചു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം കഴിഞ്ഞിരിക്കുന്നു, അവർ പുറത്തായിരിക്കുന്നു. ഇന്നത്തെ കളി നോക്കുക. 166 എന്ന ടാർഗറ്റിലേക്ക് SRH കുതിച്ചെത്തിയത് വെറും 9.4 ഓവറുകളിലാണ്. 62 പന്തുകൾ ശേഷിക്ക് 10 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. അവരുടെ നെറ്റ് റൺ റേറ്റ് വലിയ രൂപത്തിൽ അത് ഉയരാൻ സഹായകരമായി. അവർ IPLന്റെ പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തേക്ക് എത്തി. LSGക്ക് കനത്ത തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. അവരുടെ നെറ്റ് റൺ റേറ്റിന് വലിയ ഡാമേജ് ഉണ്ടായിരിക്കുന്നു. DCക്ക് ഇപ്പോൾ പ്രതീക്ഷകൾ വരുന്നുണ്ട് എന്ന് കൂടി കാണുക. അതേസമയം മുംബൈ ഇന്ത്യൻസ് ഇനി എങ്ങനെയൊക്കെ ജയിച്ചാലും ഒരു തരത്തിലും അവർക്ക് ഈ ഒരു കാര്യങ്ങൾ മറികടക്കാൻ പറ്റില്ല. കാരണം ഇനി അവർ ബാക്കിയുള്ള 2 കളികൾ വിജയിച്ചാലും 12 പോയിന്റിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ 12 പോയിന്റുള്ള ടീമുകൾ ഒരുപാട് ഇപ്പോൾ അവിടെയുണ്ട്. CSK ഉണ്ട്, DC ഉണ്ട്, LSG ഉണ്ട്. അപ്പോൾ ആ ടീമുകളൊക്കെ ഇനിയുള്ള കളികളൊക്കെ തോൽക്കുകയും MI വിജയിക്കുകയും ചെയ്താലും 12 പോയിന്റിലായിരിക്കും MI ഉണ്ടാവുക. 4th സ്പോട്ട് അവിടെ ബാക്കി കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പോലും MIക്ക് ഇപ്പോൾ -0.21 നെറ്റ് റൺ റേറ്റ് ഉള്ള MIക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ MI ഒഫീഷ്യലി ഇതാ നോക്ക്ഡ് ഔട്ട് ആയിരിക്കുകയാണ്. ഏതായാലും നിലവിൽ നോക്കുക, KKRും രാജസ്ഥാൻ റോയൽസും തന്നെയാണ് ക്വാളിഫയർ കളിക്കും എന്ന മട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ടീമിനും 11 കളികളിൽ നിന്ന് 16 പോയിന്റ് ഉണ്ട്. പ്ലസ് 1.45 നെറ്റ് റൺ റേറ്റോടെ KKR ഒന്നാമതും 0.48 നെറ്റ് റൺ റേറ്റോടെ RR രണ്ടാമതും നിൽക്കുമ്പോൾ SRH ഇതാ ഈ കളി വിജയിച്ചതോടുകൂടി 3-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. 12 കളിയിൽ നിന്ന് അവർക്ക് 14 പോയിന്റ് ഉണ്ട്. 0.41 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. CSK ഇപ്പോൾ 4-ാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു. 11 കളിയിൽ നിന്ന് അവർക്ക് 12 പോയിന്റ് ഉണ്ട്. 0.7 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. അടുത്ത കളി വിജയിച്ചാൽ CSKക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ തന്നെ SRHനേക്കാൾ നെറ്റ് റൺ റേറ്റ് ഉള്ളതാണ്. അടുത്ത കളി വിജയിച്ചാൽ അവർക്ക് വീണ്ടും 3-ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. അതേസമയം DC 12 കളികളിൽ നിന്ന് 12 പോയിന്റ് ആണ്. -0.32 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. അവർ 5-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ LSGക്ക് ഈ കളി വലിയ തിരിച്ചടിയായി. 12 കളികളിൽ നിന്ന് 12 പോയിന്റ് ഉള്ളവർക്ക് -0.77 നെറ്റ് റൺ റേറ്റ് ആണ് ഇപ്പോഴുള്ളത്. അവർ 6-ാം സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പം ഇനി ഈ 4-ാമത്തെ സ്പോട്ട് 3-ാമത്തെ സ്പോട്ട് ഇത് രണ്ടും ഇനിയും ലോക്ക്ഡ് ആവാനുണ്ട് എന്നർത്ഥം. അപ്പൊ ഈ പറയുന്ന CSK, SRH, CSK, DC, LSG ടീമുകൾ അതിലേക്ക് കണ്ണു വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം RCBക്കും PBKസിനും ഇനിയും വേണമെങ്കിൽ ചെറിയ ഹോപ്പുകളൊക്കെ അങ്ങനെ വെച്ച് പുലർത്താം എന്ന് മാത്രം. RCBക്ക് 11 കളികളിൽ നിന്ന് 8 പോയിന്റ്, -0.05 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. അവർ 7-ാം സ്ഥാനത്ത്. PBKS 11 കളികൾ 8 പോയിന്റ്, -0.19. അവരിപ്പം 9-ാം സ്ഥാനത്താണ്. MIയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി GTയുടെ കാര്യത്തിൽ 11 കളികളിൽ നിന്ന് 8 പോയിന്റ്, -1.32 ആണ് നെറ്റ് റൺ റേറ്റ്. അവരുടെ കാര്യവും പരിതാപകരമാണ്. ഏതായാലും പ്ലേ ഓഫ് ചിത്രം ഒന്നുകൂടി വ്യക്തമാവുകയാണ്. റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ KKRും RRും മുന്നോട്ട് കടന്നു എന്ന് തന്നെ പറയേണ്ടി വരും. SRHും CSKയും DCയും LSGയും തമ്മിലാണ് അവസാനത്തെ 2 സ്ലോട്ടുകൾക്കായിട്ടുള്ള പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയാം. വീഡിയോ സ്നേഹിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.